നമസ്കാരം. ഇലക്ട്രിക് വാഹന വിപണിയിലെ സബ്സിഡിയിലെ തട്ടിപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ചാനലിൽ തന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളിലെ 1 കിലോവാട്ട് അവർ ബാറ്ററിക്ക് ഇതുവരെ സബ്സിഡി നൽകിയിരുന്നത് 15,000 രൂപയായിരുന്നു. ഇനി മുതൽ 1 കിലോവാട്ട് അവർ ബാറ്ററിക്ക് സബ്സിഡിയായി നമുക്ക് ലഭിക്കുന്നത് 10,000 രൂപ മാത്രമായിരിക്കും. അതായത് ബാറ്ററിയുടെ കിലോവാട്ട് അവറിനനുസരിച്ച് എല്ലാ ഇലക്ട്രിക് വാഹനങ്ങൾക്കും വില കൂടുമെന്നർത്ഥം. ഇതിനെല്ലാം കാരണം ജനങ്ങളെയും ഗവൺമെന്റിനെയും വഞ്ചിച്ച് കമ്പനികളുടെ ലാഭം ഉണ്ടാക്കാനുള്ള ആർത്തി ഗവൺമെന്റ് കൈയോടെ പൊക്കിയത് കൊണ്ടാണ്. മര്യാദയ്ക്ക് ഒരു വണ്ടി വിൽപ്പന നടത്തിയാൽ തന്നെ നല്ല ലാഭം കിട്ടുന്ന ഈ മേഖലയിൽ അതിനു പുറമെ കൊള്ള ലാഭത്തിന് വേണ്ടി കമ്പനികൾ ജനങ്ങളെയും ഗവൺമെന്റിനെയും ഇത്രയും കാലം വഞ്ചിക്കുകയായിരുന്നു എന്ന സത്യാവസ്ഥ ഇനിയെങ്കിലും അറിയാത്തവർ അത് മനസ്സിലാക്കണം. 2024 മാർച്ച് 31 വരെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഫെയിം 2 സബ്സിഡി നൽകാൻ തീരുമാനിച്ചിരുന്നത്. ഇത്രയും വലിയൊരു വഞ്ചന കമ്പനികളുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഗവൺമെന്റ് കൈയോടെ പൊക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കരുതിയത് ഇനി അങ്ങോട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് 1 രൂപ പോലും സബ്സിഡി ലഭിക്കില്ല എന്നാണ്. പക്ഷേ മേൽ പറഞ്ഞ തീയതി വരെ വെട്ടിച്ചുരുക്കിയ സബ്സിഡി നമുക്ക് ലഭിക്കും. അതിനു പുറമെ സബ്സിഡിയുടെ കാര്യത്തിൽ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു. 1 കിലോവാട്ട് അവർ ബാറ്ററിക്ക് 15,000 രൂപ സബ്സിഡി നമുക്ക് ലഭിക്കുമ്പോഴും മാക്സിമം അത് ലഭിക്കുന്നത് 60,000 രൂപ വരെ ആയിരുന്നെങ്കിൽ ഇനി മുതൽ അതും വെട്ടിച്ചുരുക്കി 22,500 രൂപയാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഒരു നിശ്ചിത വിലയ്ക്ക് താഴെ വരുന്ന വണ്ടികൾക്ക് മാത്രമാണ് ഗവൺമെന്റ് സബ്സിഡി നൽകിയിരുന്നത്. അതിനുവേണ്ടി കമ്പനികൾ വണ്ടിയുടെ വില കുറച്ച് കാണിക്കാൻ വണ്ടിയുടെ കൂടെ വരുന്ന ചാർജറിന് വേറെ തന്നെ ബിൽ ചെയ്ത് എല്ലാവരെയും കബളിപ്പിച്ചതും ഈയിടെ ഗവൺമെന്റ് കൈയോടെ പൊക്കിയിരുന്നു. അതുകൊണ്ട് ചാർജറിന് സെപ്പറേറ്റ് ബില്ലുള്ളവർക്ക് ആ കാശ് തിരിച്ചു ലഭിക്കും. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ കമ്പനികൾ തുടങ്ങിയിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അതിനെക്കുറിച്ച് വരാനുള്ള അപ്ഡേറ്റുകൾ ഈ ചാനലിൽ ഉണ്ടാവും. സബ്സിഡി കുറയുമ്പോൾ തീർച്ചയായും അത്രയും തുക ഒരു വണ്ടിയുടെ മേൽ കൂടേണ്ടതാണ്. ഇപ്പോൾ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില വളരെയധികം കൂടുതലാണ്. ഇനിയും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കൂടിയാൽ ജനങ്ങൾ അത് സ്വീകരിക്കുമോ എന്ന കാര്യം കണ്ടറിയണം. അത് ഈ പറഞ്ഞ കമ്പനികൾക്കും അറിയാം. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ കമ്പനികൾ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വണ്ടികളുടെ വില തൽക്കാലം ഒന്ന് കൂട്ടി പിന്നീട് കുറയ്ക്കാനാണ് സാധ്യത കാണുന്നത്. അതായത് ഇത്രയും കാലം ജനങ്ങളെയും ഗവൺമെന്റിനെയും കമ്പനികൾ വഞ്ചിക്കുകയായിരുന്നു എന്നതിന്റെ 100% തെളിവും കമ്പനികൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരുന്നു എന്നർത്ഥം. എന്തായാലും ഓരോ വണ്ടികൾക്കും എത്ര രൂപ വീതം വർദ്ധിക്കുമെന്നുള്ള ഒരു ഏകദേശ കണക്ക് നമുക്ക് നോക്കാം. പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന വണ്ടികളുടെ ലിസ്റ്റ് മാത്രമാണിത്. ഓല S1 ഏകദേശം 23,000 രൂപയും ഓല S1 പ്രോയ്ക്ക് ഏകദേശം 37,000 രൂപയുമാണ് വില വർധനവ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ ഏഥറിന് ഏകദേശം 33,000 രൂപയുടെ വില വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. ബജാജ് ചേതക്കിന് ഏകദേശം 21,000 രൂപയുടെ വില വർധനവും TVS iQube-നും TVS iQube S-നും ഏകദേശം 28,500 രൂപയുടെ വില വർധനവും അതേപോലെ ഹീറോ വിഡ V1 പ്ലസിന് ഏകദേശം 28,500 രൂപയുടെയും വിഡ V1 പ്രോയ്ക്ക് ഏകദേശം 37,500 രൂപയുടെയും വില വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും വിലയ്ക്ക് വിൽപ്പന നടത്തിയാൽ ജനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള ചിന്ത പോലും ഉപേക്ഷിക്കാൻ സാധ്യത വളരെ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം വില കൂട്ടിയതിനു ശേഷം പതുക്കെ കുറയ്ക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാത്രമല്ല അന്താരാഷ്ട്ര വിപണിയിൽ ലിഥിയത്തിന്റെ വില നല്ല രീതിയിൽ കുറഞ്ഞതായും വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായെങ്കിലും ഒന്നും അങ്ങോട്ട് പ്രാവർത്തികമാവുന്നില്ല എന്നതാണ് വാസ്തവം. പൊതുവായ ഒരു കാര്യം എടുത്തു നോക്കുമ്പോൾ 100 കള്ളത്തരങ്ങൾ ചെയ്യുമ്പോൾ പിടിക്കപ്പെടുന്നത് വെറും 20% അല്ലെങ്കിൽ അതിൽ താഴെ മാത്രമാണ്. അതുകൊണ്ട് ബാക്കിയുള്ള 80% കള്ളത്തരങ്ങൾ ഞങ്ങൾ ഇനിയും തുടരുമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്ന് ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനികൾ. ഒപ്പ്.